ഗുഡ് മോർണിംഗ് പ്രേസ്കാരൻ്റെ പേരും മഞ്ജു ദൈവത്തിൻ്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. ഈ ലോകത്തിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയധികം പണമുള്ളവർ, കുറേയധികം പ്രോപ്പർട്ടിയും ബംഗ്ലാവുകളും അല്ലെ, കുറേയധികം പണമൊക്കെ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക, നാട്ടുകാർക്ക് അറിയുന്ന ഒരു സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഫോളോവേഴ്സൊക്കെ ഉള്ള വ്യക്തികൾ, അതിനെയൊക്കെ ഒരു അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന എന്ന് പറയുന്നത് നല്ലൊരു ജോലി, ഗവൺമെൻറ് നല്ലൊരു ജോലി അല്ലെ, അങ്ങനെയൊക്കെ ഉള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പറയാം. പക്ഷെ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നവർ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളെ പറ്റി പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ ദൈവത്തിന് അറിയാം. അപ്പൊ ദൈവത്തിന് അറിയാം എന്നുള്ളത്, ദൈവത്താൽ അറിയപ്പെടുന്നവരായിരിക്കുക എന്നുള്ളത്, ദൈവത്തിന് അറിയുന്നവരായിരിക്കും എന്നുള്ളത് അല്ലെ, അതാണ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥ എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഈ അവസാന കാലഘട്ടമാകുമ്പോഴേക്കും നമ്മുടെയൊക്കെ ചർച്ചകളിൽ തന്നെ പല രീതിയിലുള്ള മനുഷ്യർ അല്ലെ, ദൈവത്തിന്റെ എന്താ പറയാ, ഒരു ദൈവത്തിന്റെ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോയിക്കൊണ്ട് വെറുതെ റിലീജിയസ് ആയിട്ടുള്ള മതപരമായിട്ടുള്ള കാര്യത്തിൽ വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടാകുന്ന സമയമാണ് അല്ലെ. അവിടെ എത്ര പേര് ദൈവത്തെ തൻ്റെ ഹൃദയത്തിൽ നിന്ന് വാഴ്ത്തും, തൻ്റെ ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കും, യേശുവിന്റെ കയ്യിലേക്ക് കൊടുക്കും എന്നുള്ളത് വളരെയധികം ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തിരിച്ചു വരുമ്പോൾ വിശ്വാസം കാണാൻ സാധിക്കുമോ എന്ന് തന്നെ യേശു ചോദിച്ചിട്ടുണ്ട്. യേശുവിലുള്ള വിശ്വാസം കാണാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും അല്ലെ, ഭൂരിഭാഗം ആളുകളും തൻ്റെ സ്വന്തം ഇഷ്ടത്തിന് പ്രകാരം, സ്വന്തം വിശ്വാസത്തിലൊക്കെ നമ്മൾ എന്താ പറയുക, ഡിഫൈൻ ചെയ്തിരിക്കുന്ന വിശ്വാസത്തിലൊക്കെ ആയിരിക്കും നടക്കുന്ന ചുരുക്കം. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളൂ. അപ്പം നമുക്കൊന്ന് പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാത്ത സമയത്ത് നന്ദി പറയുന്ന കഥ. താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങനെ വചനത്തിലാണ് നന്ദി പറയുന്ന കർത്താവ്. അവസാനം വരെ കർത്താവ് പിടിച്ചു നിൽക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തണ്ടെന്ന് അപേക്ഷിക്കും. അങ്ങയുടെ മുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ടൊരു ജീവിതം, അതിനെപ്പറ്റിയ കർത്താവ് ഞങ്ങൾ ആഗ്രഹിക്കും. താങ്ക് യു ജീസസ്. ഞങ്ങളുടെ കൃപ തണ്ടെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ജഡത്തിന്റെ സ്വഭാവമോ ഈ ലോകത്തിന്റെ പരമായിട്ടുള്ള ആഗ്രഹങ്ങളോ ഒന്നും തന്നെ ഞങ്ങളെ കീഴ്പ്പെടുത്താനുള്ള ഇടവരുത്താതിരിക്കട്ടെ കർത്താവ്. എന്നും അങ്ങയുടെ മുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട് ജീവിക്കാനുള്ള കൃപ അടിയങ്ങൾക്ക് തന്നെന്ന് അപേക്ഷിക്കുന്ന കർത്താവ്. അത് അങ്ങായിരിക്കട്ടെ ഞങ്ങളുടെ ജീവിതത്തിന് നാഥൻ. അങ്ങയുടെ വഴികളായിരിക്കും ഞങ്ങളുടെ ജീവിതത്തിന് വിളിച്ചത്. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. നമുക്കിന്ന് സങ്കീർത്തനത്തിലേക്ക് പോകാം. 119 സങ്കീർത്തനത്തിന്റെ 1 തൊട്ട് 8 വരെയുള്ള വാക്കുകളൊന്ന് വായിക്കും. 119 സങ്കീർത്തനത്തിന്റെ 1 തൊട്ട് 8 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവൻ നീതികേട് പ്രവർത്തിക്കാതെ അവന്റെ വഴികളിൽ തന്നെ നടക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടത് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടത് എന്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളാമായിരുന്നു. നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. ഞാൻ നിന്റെ ചട്ടങ്ങളെ ആചരിക്കും. എന്നെ അശേഷം ഉപേക്ഷിച്ച് കളയരുതേ. അപ്പോൾ ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്ന ആരാന്നുള്ള കാര്യത്തിൽ വലിയ അറിവൊന്നുമില്ല. പക്ഷെ ചിലരെങ്കിലും പറയുന്നു, ചില തിയോളജിമാരൊക്കെ പറയുന്നത് ഡേവിഡ് തന്നെ എഴുതുകയെന്ന് പറയുന്നു. ഡേവിഡിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ പ്രസൻസ് എന്നുള്ളത് വളരെയധികം വില മതിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. എന്നും ദൈവത്തിന്റെ പ്രസൻസിൽ തന്നെ ആയിരിക്കാൻ ആഗ്രഹിച്ച ഒരാളാണ് ഡേവിഡ്. 27-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്: എനിക്ക് ഒറ്റ ആഗ്രഹമുള്ള ഒരു റിക്വസ്റ്റ് മാത്രം ദൈവത്തോടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ദൈവത്തിന്റെ പ്രസൻസിലായിരിക്കണം അല്ലെ, ദൈവത്തിന്റെ ആ ബ്യൂട്ടി, യേശുവിന്റെ ആ ബ്യൂട്ടി കാണുന്നതിന് വേണ്ടി അല്ലെ. അതാണ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, ആഗ്രഹം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്ന സങ്കീർത്തനക്കാരൻ മിക്കവാറും തന്നെ ഡേവിഡ് ആയിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാം. ഇങ്ങനെ പറഞ്ഞിരിക്കും: യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. ഇവിടെ ഭാഗ്യവാന്മാർ എന്നൊരു വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ. ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ ലക്കുള്ളവർ എന്നുള്ള രീതിയാണല്ലോ പറയുന്നത്. അതാണല്ലോ അതിന്റെ ഒരു അർത്ഥം. പക്ഷെ അതല്ല, ബ്ലെസ്ഡ് ആയിട്ടുള്ളവർ, അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നവർ
എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ, അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നടപ്പിൽ നിഷ്കളങ്കരായിരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. വഴികൾ നിഷ്കളങ്കമായിരിക്കുന്നവർ എന്താ പറയുക, അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അതിനായിട്ട് നമ്മളുടെ വഴിയെ എങ്ങനെ നമുക്ക് കാത്തു സൂക്ഷിക്കാം, എങ്ങനെ ദൈവത്തിന്റെ എന്താ പറയാ, ഇങ്ങനെയല്ലേ പറഞ്ഞ 9-ാമത്തെ വാക്കിന് പറഞ്ഞ ബാലൻ തന്നെ നടപ്പിൽ നിർമ്മലമാക്കുന്ന എങ്ങനെ, നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നവർ തന്നെ അല്ല. അപ്പൊ ദൈവത്തിന്റെ വചനപ്രകാരം സൂക്ഷിക്കുവാണെങ്കിൽ, നമ്മുടെ വഴികളെ സൂക്ഷിക്കുമ്പോൾ അത് വഴിയിലുള്ള നമ്മളുടെ നടപ്പ് അത് നിഷ്കളങ്കമായിട്ട് തന്നെ ഇരിക്കും അല്ലെ. പിന്നെ രണ്ടാമത്തെ കാര്യം പറയാ, അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പൊ യേശുവിന്റെ സാക്ഷ്യങ്ങൾ എന്താ പ്രമാണിച്ചുകൊണ്ട് അവനെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളെന്ന് പറഞ്ഞു. ഭാഗ്യവാന്മാർ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി. അപ്പൊ അനുഗ്രഹം ഇതൊക്കെയാണ് അല്ലെ. യേശുവിന്റെ വഴി കൂടെ നടക്കുന്നവർ, യേശുവിന്റെ എന്താ പറയാ പ്രമാണങ്ങളെ പാലിക്കുന്നവർ, ദൈവത്തിന്റെ നീതിക്ക് ന്യായത്തിനും അനുസരിച്ച് പ്രമാണം അനുസരിച്ച് നടക്കുന്ന വ്യക്തികൾ അല്ല. ഇപ്പൊ ന്യായപ്രമാണം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയല്ല പറയും, യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായ അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യം എന്ന് പറയുമ്പോൾ, ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ നമ്മളാണെങ്കിലും ചിലരെങ്കിലും വിചാരിക്കും ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല നമ്മൾ അല്ലെ വന്നിരിക്കുക, പിന്നെ ഏത് പ്രമാണത്തെ പറ്റി പറഞ്ഞു. അപ്പൊ നമുക്കറിയാം, നമ്മൾ യേശുവിലായിരിക്കുന്ന വ്യക്തികൾക്ക് കണ്ടംനേഷൻ ഇല്ല ഇനി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റോമർക്ക് ലേഖത്തിലെ 8-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, അവർക്കൊരു എന്താ പറയാ ന്യായവിധി ഇല്ല. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ അല്ലെ. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഹോളി സ്പിരിറ്റ് ഗോഡിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാ, അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റ് ഗോഡിന് ലോ ഉണ്ടെന്നുള്ള ഒരു ന്യായപ്രമാണം ഉണ്ടെന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ എന്താ പറയാ ലോ ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ലൈഫ്, സ്പിരിറ്റ് ഓഫ് ലൈഫ് എന്ന് ഹോളി സ്പിരിറ്റ് ഗോഡിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ജീവന്റെ ആത്മാവ് അല്ലെ. ജീവന്റെ ആത്മാവിന്റെ ന്യായപ്രമാണം എന്ന് പറഞ്ഞിരിക്കും. ജീവന്റെ ആത്മാവിന്റെ ന്യായപ്രമാണം മരണത്തിന്റെയും പാപത്തിന്റെയും മരണത്തിന്റെ ന്യായപ്രമാണത്തിൽ നമ്മളെ വിടുവിച്ചിരിക്കുന്നു, ലോകം നമ്മൾ വിടുവിച്ചിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെ വെച്ച് കഴിഞ്ഞാല് അവിടെ ഒരു ന്യായപ്രമാണം ഉണ്ട് അല്ലെ. നമുക്ക് പഴയ നിയമത്തില് ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത ന്യായപ്രമാണത്തെ പറ്റിയല്ല പറയുന്നത്, യേശു എന്ന രാജാവിന്റെ കിങ്ഡത്തില് ന്യായപ്രമാണം ഉണ്ട്. അതൊക്കെ ഒന്നും നമുക്ക് അറിയണമെങ്കിൽ നമ്മളിപ്പോ നമുക്ക് തന്നിരിക്കുന്ന ഗോസ്പല് മാത്യുവിന്റെ 5, 6, 7 ചാപ്റ്ററുകൾ വായിച്ചാൽ നമുക്കറിയാൻ പറ്റും യേശു പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യത്തെ പറ്റി, പ്രമാണങ്ങളെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്കറിയാം അല്ലെ. പിന്നെ നമുക്കറിയാം എല്ലാ എപ്പിസോഡുകളും നമുക്ക് തന്നിരിക്കുന്നു, എല്ലാ ലേഖനങ്ങളും അതിൻ്റെ അകത്ത് ദൈവം ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നടത്തിന്റെ രീതിയിൽ ജീവിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. സ്നേഹം അതായിരിക്കണം എല്ലാത്തിനേക്കാളും ഉപരിയായിട്ടുള്ളതാണ്. എല്ലാത്തിനേക്കാളും ഏറ്റവും വലിയ കാര്യം പറഞ്ഞ സ്നേഹമാണ്. പ്രോഫസിയൊക്കെ കഴിഞ്ഞു പോകും അല്ലെ. പ്രോഫസിയൊക്കെ ചിലപ്പോൾ ഫെയിൽ ആകും അല്ലെ, ഹാഫ് നമുക്ക് പ്രോഫസി അറിയത്തുള്ളൂ. നമ്മൾക്ക് സ്നേഹമില്ലെങ്കിൽ നമുക്കൊണ്ട് ഒരു കാര്യവുമില്ല. നമ്മൾ വെറുതെ ശബ്ദം ഉണ്ടാക്കുന്ന സിമ്പിൾസോ അല്ലെ ക്ലാങ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയി പോകും എന്നുള്ള കാര്യം ദൈവം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോ എപ്പിസോഡ് മുഴുവൻ നമ്മളോട് പറഞ്ഞിരിക്കുന്ന പാലിക്കണം നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം യേശുക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ പ്രമാണങ്ങളാണ്. അത് നമ്മളെ പാലിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ അത് പാലിച്ച് നടക്കുന്ന വ്യക്തികൾ, യേശുവിന്റെ വഴി കൂടെ നടക്കുന്ന വ്യക്തികൾ ഭാഗ്യവാന്മാർ അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളാന്ന് പറയുന്നത്. അവന്റെ പ്രമാണത്തെ അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പൊ അവസാനത്തെ സമയമാകുമ്പോ 2-ാമത്തെ തിമോത്തിയോസിലേക്ക് പോകുമ്പോ 2-ാമത്തെ തിമോത്തിയോസിലേക്ക് അവസാനത്തെ സമയം പോകുന്നതിന് അങ്ങനെയല്ല പറഞ്ഞത്. അവസാനത്തെ സമയമാകുമ്പോ എങ്ങനെയാണ് ചർച്ച എന്നുള്ളതിനെ പറ്റി തിമോത്തിക്ക് പോൾ എഴുതുന്നുണ്ട്. 2-ാമത്തെ തിമോത്തിയുടെ 3:1-5 വരെ വായിച്ചു നോക്കുകയാണ് നമുക്കറിയാൻ പറ്റുക. അപ്പൊ തിമോത്തിയെ പറ്റി പറയുവാൻ നമുക്കറിയാം, തിമോത്തി ഒരു പാസ്റ്റർ ആയിരുന്നു. ഈ ലോകത്തുള്ള വ്യക്തികൾ എങ്ങനെയാണ് എന്നുള്ള കാര്യം ഈ പാസ്റ്ററോട് പറഞ്ഞു കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? കാരണം വെച്ചാൽ നമ്മൾ ഈ ലോകത്തുനിന്ന് വിട്ടു നിൽക്കുന്ന വ്യക്തികളാണ്. ഒരു പാസ്റ്റർക്ക് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, നാട്ടിൽ നടക്കുന്ന ആൾക്കാർ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റി അറിഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. തന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആട്ടുകുഞ്ഞുങ്ങൾ അല്ലെ, മനുഷ്യര്, ചർച്ചിലെ ആൾക്കാർ എങ്ങനെയായിരിക്കണം എന്ന് മാത്രം പാസ്റ്റർ നോക്കിയാൽ മതി. അതിനെപ്പറ്റി മാത്രം അറിഞ്ഞാൽ മതിയല്ലോ
അല്ലേ? അല്ല പൊതുവെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയരുതെന്നല്ല പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യംന്ന് വെച്ചാല് അവരെങ്ങനെ നാട്ടിലുള്ള ആൾക്കാരെങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നെന്നോ, അവര് ഏതൊക്കെ തരത്തിലുള്ള പാവങ്ങളിലേക്കൊക്കെ പോകുന്നു അതിനെപ്പറ്റി നമ്മൾ അറിയേണ്ട പാസ്റ്റർ അറിയേണ്ട കാര്യമില്ല. പാസ്റ്ററിനെ ദൈവം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ആൾക്കാരുടെ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. അപ്പൊ ഇവിടെ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, തിമോത്തിയോസ് 2 തിമോത്തിയോസിന്റെ 3:1 തൊട്ട് 5 വരെ ഇങ്ങനെ പറഞ്ഞിരിക്കുക. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദുഷ്ടന്മാരും അമ്മമാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും ജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ദാക്ഷ്യക്കാരും നിഗളിക്കുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ചു അതിന്റെ ശക്തി ത്യജിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. അപ്പൊ ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ചു അതിന്റെ ശക്തി ത്യജിക്കുന്നവരും ആയിരിക്കും, അല്ലെ? ആദ്യത്തെ വാക്കിനെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യർ സ്നേഹികളായിരിക്കും എന്ന് പറഞ്ഞിരിക്കുക, അല്ലെ? ദൈവത്തെ സ്നേഹിക്കും, ദൈവത്തിന്റെ കയ്യിലേക്ക് നമ്മുടെ ഹൃദയത്തെ കൊടുത്തുകൊണ്ട്, ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട്, നമ്മുടെ വഴികളെ ക്ലീൻ ആക്കി വെച്ചുകൊണ്ട്, നമ്മുടെ എന്താ പറയുക, ഹൃദയം മൊത്തം ദൈവത്തിലായിരുന്നുകൊണ്ട് അവനെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുമെന്ന് ദൈവം പറയുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുക എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് അവസാനത്തെ കാലഘട്ടം ആകുമ്പോഴേക്കും എങ്ങനെയുള്ള വ്യക്തികൾ വരും എന്ന് വെച്ച് കഴിഞ്ഞാല് സ്വന്തം ഇഷ്ടത്തിന് സ്വന്തമായിട്ട് സെൽഫ് ലവിങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും എന്ന് ദൈവം പറഞ്ഞിരിക്കുക, അല്ലെ? പിന്നെ അത് തന്നെയല്ല, ദൈവപ്രീതി ഇല്ലാത്ത ഭോഗപ്രീതിക്കാരായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിനനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായിട്ട് ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരായിരിക്കും. ഭക്തിയുടെ ഒരു വേഷമുണ്ട്, അല്ലെ? വിശ്വാസത്തിന്റെ ഒരു വേഷം മാത്രമുണ്ട്. പക്ഷെ വിശ്വാസം ഇല്ലാതിരിക്കുന്ന വ്യക്തികൾ ആയിരിക്കും, അല്ലെ? റിലീജിയസ് ആയിട്ടുള്ള മതപരമായിട്ടുള്ള ഒരു ആത്മാവുമായിട്ട് നടക്കുന്ന ആൾക്കാരായിരിക്കും. അല്ലാതെ പ്രത്യേകിച്ച് സ്നേഹമോ, ദൈവത്തോട് സ്നേഹമോ, ദൈവത്തിന്റെ വഴിയിൽ നടക്കണമെന്നുള്ള ആഗ്രഹമോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, അല്ലെ? ഗോസ്പലിന്റെ ശക്തിയെ ത്യജിക്കുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗോസ്പൽ നമുക്കറിയാം, പവർ ആൻഡ് സാൽവേഷൻ എന്ന് പറഞ്ഞിരിക്കുക. സാൽവേഷനിലേക്കുള്ള പവർ, ഒരു വ്യക്തിനെ ക്ലെൻസ് ചെയ്യാനുള്ള കഴിവുണ്ട് ദൈവത്തിന്റെ വചനമായിട്ടുള്ള ഗോസ്പലിന്, അല്ലെ? അതിനുള്ള എന്താ പറയാ പവറുള്ള ഗോസ്പലിന് വേണ്ടെന്ന് വെച്ചിട്ടുകൊണ്ട്, അല്ലെ? വേണ്ടെന്ന് വെച്ചിട്ടുകൊണ്ട് എന്താ പറയാ ദൈവം പറയുന്ന അനുസരിച്ച് നമ്മൾ ഹോളി ആയിട്ട് നടക്കണം എന്ന് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുക. നമ്മള് പരിശുദ്ധനായിരിക്കണം, യേശുക്രിസ്തു പരിശുദ്ധനായിരിക്കുന്ന നമ്മൾ പരിശുദ്ധരായിരിക്കും ദൈവം പറഞ്ഞിരിക്കുമ്പോൾ അത് നമുക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. നമ്മുടെ ചർച്ചിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരുടെ ഇടയിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്. യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞിരിക്കുക, അല്ലെ? ഉള്ളവരുടെ ഇടയിൽ നിന്ന്, അല്ലെ, ചുറ്റോട് ചുറ്റും നിൽക്കുന്നവരുടെ ഇടയിൽ നിന്ന് എന്താ പറയാ വേർപെട്ടിരിക്കുന്ന വ്യക്തികളാകണമെങ്കിൽ നമ്മളിങ്ങനെ ദൈവത്തിന്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തികളായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുക. 4-ാമത്തെ വാക്ക് പറയാം, നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടത് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടത് എന്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളാമായിരുന്നു. നിന്റെ സകല കൽപ്പനകളെ സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. അപ്പോ ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്നതിന് വേണ്ടി ദൈവം നമുക്ക് കൽപ്പനകളെ തന്നിരിക്കുവാണ്, അല്ലെ? അത് പാലിക്കുന്നതിന് വേണ്ടി തന്നെ. പിന്നെ ഇവിടെ പറയുക, നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടത് എന്റെ നടപ്പ് സ്ഥിരമാക്കുക എങ്കിൽ കൊള്ളാമായിരുന്നു. നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകില്ല. അപ്പൊ സകല കൽപ്പനകളെ സൂക്ഷിക്കുന്ന വ്യക്തികളായിരിക്കും. ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോ ഇങ്ങനെയാ പറഞ്ഞിരിക്കും, ഞാൻ അങ്ങയുടെ കൽപ്പനകളിലേക്ക് നോക്കുമ്പോ എനിക്ക് ലജ്ജ ഉണ്ടാകത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ സ്ഥിരപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ എന്താ പറയാ പാകപ്പെടുത്തേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ നടപ്പുകളെ നമ്മുടെ ജീവിതത്തിന്റെ സ്റ്റെപ്പുകൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്പുകളെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്
ബേസ്ഡ് ആയിട്ടിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനം അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകുന്നുണ്ട്. കമ്പാരിസൺ ഉണ്ടാകുന്നത് ഈ ലോകത്തുള്ള മനുഷ്യരുമായിട്ടല്ല, നമ്മുടെ ചർച്ചിലുള്ള ആൾക്കാരുമായിട്ടല്ല, പക്ഷെ ന്യായപ്രമാണത്തിലേക്ക് നോക്കുക. ദൈവത്തിന്റെ ന്യായപ്രമാണമല്ല, ദൈവത്തിന്റെ വചനത്തിലേക്ക് നോക്കുക. അല്ലെ, ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യവുമായിട്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് കമ്പയർ ചെയ്തുകൊണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് ഒന്ന് നോക്കുക. എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ട്. നമ്മള് നേർച്ചൊവ്വയായിട്ടുള്ള ജീവിതമാണ് ജീവിക്കുക, നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ജീവിതമാണ് ജീവിക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ നമ്മളൊന്ന് നോക്കുക. അല്ലെ, നോക്കുക. അപ്പൊ നമുക്ക് കാര്യം പിടുത്തം കിട്ടും എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താ പറയാ, നമുക്ക് പൊതുവെ ഉള്ള ഒരു ആഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ പൊതുവെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കും. അല്ലെ, മറ്റുള്ള ജീവിതം വെച്ചിട്ട് നമ്മളുടെ ജീവിതം നമ്മൾ അനലൈസ് ചെയ്യും. അല്ലെ, കമ്പയർ ചെയ്യും. എനിക്ക് അങ്ങനെ ആകാൻ പറ്റില്ല, എനിക്ക് ഇങ്ങനെ ആകാൻ പറ്റില്ല, അതൊന്നും പറ്റില്ല. പക്ഷെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ വഴി കൂടെ നടക്കുന്നവരും ദൈവത്തിന്റെ വചനത്തിൽ ഊന്നിക്കൊണ്ട് ദൈവത്തിന്റെ വചനത്തെ വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ അനലൈസ് ചെയ്യുന്ന വ്യക്തികൾ. അല്ലെ, എനിക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറ്റിപ്പോയിട്ടുണ്ടോ, കുറ്റങ്ങൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാനത് തിരുത്തണം എന്ന് നമ്മളെ തന്നെ മനസ്സിലാക്കുന്ന ആൾക്കാരാണ് എന്താ പറയുക, ദൈവത്തെ സംബന്ധിച്ചാൽ വിശ്വസ്തരായിട്ടുള്ള വ്യക്തികൾ, പിന്നെ ദൈവത്തിന് വഴി കൂടെ നടക്കുന്ന വ്യക്തികൾ. അല്ലെ, 7ാമത്തെ വാക്ക് പറഞ്ഞിരിക്കുന്നത്, നിന്റെ നീതിക്കുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. ഞാൻ നിന്റെ ചട്ടങ്ങളെ ആചരിക്കും. എന്നെ ശേഷം ഉപേക്ഷിച്ച് കളയരുതേ. ഞാൻ നിന്റെ ചട്ടങ്ങളെ ആചരിക്കും. ദൈവമേ, എന്നെ ഉപേക്ഷിച്ച് കളയരുതേ എന്ന് പറഞ്ഞിരിക്കുന്നു. നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. അപ്പൊ ദൈവത്തിന്റെ വിധികളെ പറ്റി നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ, ദൈവത്തിന്റെ ന്യായങ്ങളെ പറ്റി പഠിച്ചു കഴിയുമ്പോൾ, ദൈവത്തിന്റെ വചനത്തെ പറ്റി പഠിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താ പറയുക, നമുക്ക് സ്തുതിക്കാതിരിക്കാൻ പറ്റത്തില്ല. അല്ലെ, ദൈവത്തിന്റെ കമാൻഡ്മെന്റ്സ്, ദൈവത്തിന്റെ ലോ എന്ന് പറഞ്ഞാൽ മനുഷ്യരെ ട്രാൻസ്ഫോം ചെയ്യുന്നതാണ്. അല്ലെ, ട്രാൻസ്ഫോം ചെയ്യാൻ കഴിവുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ലോ ആണ്. 19ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ എനിക്ക് പറയാനുള്ളത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും എന്ന് പറയുന്നത് എന്താ പറയുക, ഇപ്പൊ നമ്മൾ ചർച്ചിലൊക്കെ നോക്കുവാണെങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട കുടുംബം എന്നൊക്കെ പറയുമ്പോ ദൈവത്തിന്റെ കുറെ എന്താ പറയുക, അനുഗ്രഹങ്ങൾ. അല്ലെ, അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോ കുറച്ച് മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് ഒക്കെ ഉണ്ട്, ഇച്ചിരി ഫേമസ് ആണ്, ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ ഒക്കെ ഓടി നടക്കുന്ന, അല്ലെ, എന്താ പറയാ, ദൈവത്തിന്റെ വർക്കൊക്കെ ചെയ്യുന്നതൊക്കെ, അതൊക്കെ ആകുമ്പോ നമ്മള് അനുഗ്രഹിക്കപ്പെട്ട കുടുംബം എന്ന് നമ്മളിങ്ങനെ മുദ്ര. പക്ഷെ ദൈവം പറയുന്നത് ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്നുണ്ട്, ദൈവമായിട്ട് എത്രമാത്രം ഇന്റിമസി ഉണ്ട്. അല്ലെ, അതനുസരിച്ചാണ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നവർ എന്നുള്ളതിന്റെ, അതാണ് അതിന്റെ അളവുകോല്. അല്ലെ, ദൈവമായിട്ടുള്ള എത്രമാത്രം അടുത്ത് നിൽക്കുന്നവർ, ദൈവത്തിന് അറിയാവുന്ന വ്യക്തികളാണോ, ദൈവത്താൽ അറിയപ്പെടുന്ന വ്യക്തികളാണോ, അതാണ് കാര്യം, അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് ദൈവത്താൽ അറിയപ്പെടുന്ന വ്യക്തികളായിരിക്കാം. അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഇവിടെ നശിച്ചു പോകുക തന്നെ ചെയ്യും. അപ്പോൾ ദൈവത്താൽ അറിയപ്പെടുന്ന വ്യക്തികളായിരിക്കാം. അല്ലെ, നാട്ടുകാർ അറിഞ്ഞില്ലേലും കുഴപ്പമില്ല, പക്ഷെ ദൈവത്താൽ അറിയപ്പെടുന്ന വ്യക്തികളായിരിക്കാം. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്ക് ദൈവത്തിന്റെ വഴി കൂടെ നടക്കാം, യേശുക്രിസ്തുവിന്റെ വഴി കൂടെ നടക്കാം, ദൈവത്താൽ അറിയപ്പെടുന്ന വ്യക്തികളായിരിക്കും. നമുക്ക് പ്രാർത്ഥിച്ചു നടത്താം. കർത്താവ് സമയത്ത് നന്ദി പറഞ്ഞു. കർത്താവ് താങ്ക് യു ജീസസ്. അങ്ങയുടെ വചനത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. അങ്ങയുടെ വചനം അനുസരിച്ച് ജീവിക്കാൻ കൃപ തന്നെ കർത്താവെ. അങ്ങയുടെ വചനം അനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് തുലനം ചെയ്ത് നോക്കുമ്പോൾ കർത്താവ് ഉത്പാദകമാണ്. ഓ കർത്താവെ, ഞങ്ങൾ ഒരുപാട് വീണ് പോയവരാന്ന് തോന്നാത്ത രീതിയിൽ കർത്താവോട് അങ്ങയുടെ വഴി കൂടെ നടക്കാൻ കൃപ തന്നെ അപേക്ഷിക്കുന്നു. അങ്ങയുടെ വചനം അനുസരിച്ച് ജീവിക്കാൻ കൃപ ഞങ്ങൾക്ക് തന്നെ കർത്താവ് യേശുവിനാമേ. എല്ലാത്തിനും നന്ദി പറഞ്ഞു. ഞങ്ങളുടെ വചനത്തിനായിട്ട്, അങ്ങയുടെ ജീവനായിട്ടും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങളിലേക്ക് കർത്താവ് അങ്ങയുടെ ജീവനെ ഇമ്പാർട്ട് ചെയ്തതിനായിട്ടും ഒക്കെ നന്ദി പറഞ്ഞു യേശുവിനാമേ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്ന അപേക്ഷിക്കുന്നു യേശുവിനാമേ. ഇത് കേട്ട നന്ദി. ദൈവത്തിനാമത്തെ മഹത്വം ഉണ്ടാകട്ടെ.